يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع ولا بيع عن ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار. എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യണ്ടേ? ഇദ്ഹാർ ചെയ്യണം. പിന്നെ അടുത്ത് അതിനല്ലാഹു, ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. അള്ളാഹുല അലിഫിന് എന്തുണ്ടാവില്ല? കൂട്ടി ഓതുമ്പോൾ ഉച്ചാരണം ഉണ്ടാവില്ല. അൻതുർഫ, ആ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂനിന് എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. വയുദ്കറ ഫീഹസ്മുഹു, അവിടെ ഫീ രണ്ട് കതിർ നീട്ടണം. ഹ നീട്ടേണ്ട ആവശ്യമില്ല. ഫീഹസ്മുഹു, ഫീഹാ ഇസ്മുഹു എന്ന് പറയണ്ട, റോങ് ആണ്. അപ്പം എങ്ങനെ ഓതണം? ഫീഹസ്മുഹു, ഹ എന്നുള്ള നീട്ടാനുള്ള അലിഫും ഇസ്മുഹു എന്നുള്ള വസിലിൻ്റെ അംസയും രണ്ടും പോവും. പിന്നെ യുസബ്ബിഹു ലഹു ഫീഹ, അവിടെ ലഹു രണ്ട് കതിർ, ഫീഹ അവിടെയൊക്കെ രണ്ട് കതിർ. ബിൽ ഉദുവ്വി വൽ ആസ്വാൽ, അവിടെ സ്വാ എന്നുള്ളത് നിങ്ങൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 4, 5, 6 വരെ നീട്ടാവുന്നതാണ്. റിജാലുൻ, ആ ലൊമ്മ് തൻവീൻ എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ഇദ്ഗാം ചെയ്യണം. പക്ഷെ എന്തില്ല? ഉന്നത്തില്ല, ബിലാ ഉന്ന. റിജാലുല്ല തുൽഹീഹിം, ആ അതിനൊക്കെ ഇദ്ഹാർ ചെയ്താൽ മതി. തിജാറത്തുൻ, ആ ലൊമ്പ് തൻവീനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? തിജാറത്തും വല. പിന്നെ ബൈഉൻ എന്നുള്ള ലൊമ്പ് തൻവീനെ ഇദ്ഹാർ ചെയ്യണം. ബൈഉൻ അൻ ദിക്രി, അവിടെ അൻ എന്നുള്ള സാക്കിനായ നൂനിനെ യഖ്ഫ ചെയ്യണം. പിന്നെ വ ഇഖാമിസ് സ്വലാത്തി, വ കഴിഞ്ഞിട്ട് ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. ഖത്തൻ്റെ അംസയാണ്. അസ്വലാത്തിൽ അലിഫിന് ഉച്ചാരണമില്ല, കാരണം വ കഴിഞ്ഞിട്ട് ഈ ഖത്തൻ്റെ അംസയാണ്. അസ്വലാത്തിൽ വസിലിൻ്റെ അംസയാണ്. സ്വലവാത്തി നോതാൻ പോകണ്ട, കാരണം വാവിന് അകാരമായി ഉച്ചരിക്കണം. വ ഈ താ ഇ, അവിടെ അതേപോലെ തന്നെ ഈ താ എന്ത് ചെയ്യണം? ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. യാ രണ്ട് കതിർ നീട്ടണം. താ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. അതിൻ്റെ പേരാണ് മദ് മുത്തസിൽ. സക്കാത്തി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സക്കവാത്തി ഓതണ്ട, അകാരമായിട്ട് ഉച്ചരിക്കണം. അസക്കാത്ത് എന്നുള്ള അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, വസിൻ്റെ അംസയാണ്. യഖാഫൂന യൗമൻ, അവിടെയോ ആ ഫത്ത് തൻവീനെ എന്ത് ചെയ്യണം? യഖ്ഫ ചെയ്യണം. യൗമൻ തതഖല്ലബു, പിന്നെ ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, അവിടെ അബ്സാർ ആസ്വാൽ പറഞ്ഞത്തേക്ക് തന്നെ എന്ത് ചെയ്യണം? 4, 5, 6 വരെ നീട്ടാവുന്നതാണ്. തജ്വീദ് എന്തെങ്കിലും സംശയം ഉണ്ടോ? നാർത്തം പറഞ്ഞോളി. ഫീ ബുയൂത്തിൻ, എവിടെ? ആ ഫീഹ ഇസ്മുഹു എന്ന് കാണാം അല്ലേ? അവിടെ ഹാ നീട്ടാൻ ഒരു അലിഫില്ലേ? ഈ അലിഫില്ലേ? പിന്നെ ഇങ്ങനെ ഒരു സ്വാദിട്ട അലിഫില്ലേ? ഇത് രണ്ടും സുക്കൂനാണ്, രണ്ടും സുക്കൂനാണ്. അപ്പോൾ ഇൽത്തിക്കാ ഉസാക്കിനേൻ എന്ന് പറഞ്ഞ നിയമം അനുസരിച്ച് രണ്ടും കൂടെ ക്യാൻസലാവും. 2 സുക്കൂന് എന്ന് പറഞ്ഞാൽ ഇല്ലത്തിൻ്റെ അക്ഷരമായ അലിഫ്, ഇതാണ് നിയമം. അലിഫ്, വാവ്, യാ, ഇതിമ്മ സുക്കൂന് വന്നാൽ എന്തുണ്ടാവും? അതിന് ഉച്ചാരണം ഉണ്ടാവില്ല. അത് 2 ഒപ്പരം വന്നാൽ അത് രണ്ടും കൂടെ ക്യാൻസലാവും. അപ്പോൾ ഫീഹ
ഫീ ഹസ്മുഹു, ഹ കഴിഞ്ഞിട്ട് ഒറ്റച്ചാട്ടം സ്, ഫീ ഹസ്മുഹു, അതാണ് അതിൻ്റെ നിയമം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? നാർത്തം പറഞ്ഞോളി. ഫി ബുയൂത്തിൻ, ബുയൂത്തിൻ എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്നുള്ള അർത്ഥം അല്ല, ചില വീടുകളിൽ അല്ലേ? ബുയൂത്തിൻ ചില വീടുകളിൽ. എന്ത് ചില വീടുകളിൽ? രണ്ടാശയാണ് അവിടെ ഉള്ളത്. ഒരാശയം എങ്ങനെയാണ്? ഫി ബുയൂത്തിൻ ചില വീടുകളിലാണ് ആ പ്രകാശമുള്ളത്. ചില വീടുകളിലാണ് ആ പ്രകാശമുള്ളത്. നേരത്തെ ഒരു അള്ളാഹു നൂറു സമാവാത്തി മസലു നൂരിഹി എന്നൊക്കെ പറഞ്ഞില്ലേ? ആ പ്രകാശത്തെ സംബന്ധിച്ചാണ് ഇവിടെ സംസാരം. അപ്പോൾ ഫി ബുയൂത്തിൻ ചില വീടുകളിൽ. അതിനല്ലാഹു, അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. അതിന എന്ന് പറഞ്ഞാൽ അതാൻ എന്ന് പറഞ്ഞാൽ എന്താ? ബാങ്ക്. എന്താ ബാങ്ക്? എന്താ? പിന്നെ നമസ്കാര സമയമായിണ് എന്നുള്ള ഉത്തരവ് നൽകുകയാണ് അല്ലേ? അതിനല്ലാഹു, അള്ളാഹു ഉത്തരവ് നൽകിയിരിക്കുന്നു. അൻതുർഫ, എന്താ? ഉയർത്തപ്പെടാൻ. വയുദ്കറ ഫീഹ സ്മുഹു, ആ വീടുകളിൽ അള്ളാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാനും. യുസബ്ബിഹു ലഹു ഫീഹ ബിൽ ഖുദുവ്വി വൽ ആസാൽ, യുസബ്ബിഹു ലഹു അള്ളാഹുവിനു വേണ്ടി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സ്തുതികീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫീഹ ആ വീടുകളിൽ വെച്ച്, ബിൽ ഖുദുവ്വ് രാവിലെയും, വൽ ആസ്വാൽ വൈകുന്നേരവും. അപ്പോൾ രാവിലെകളിലും വൈകുന്നേരങ്ങളിലും ആ വീടുകളിൽ വെച്ച് അള്ളാഹുവിനു വേണ്ടി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ തസ്ബീഹ് ചെയ്യണത്? റിജാലുൻ. അടുത്ത ആയത്തിലതാ റിജാലുൻ, കുറച്ചാളുകൾ. ലാ തുൽഹീഹിം, ലാ തുൽഹീഹിം അവരെ എൻഗേജഡ് ആക്കുന്നില്ല, ഒരർത്ഥം. അവർക്ക് തടസ്സമാകുന്നില്ല. തിജാറത്തുൻ കച്ചവടം, വലാ ബൈഉൻ കൊള്ള കൊടുക്കൽ എന്ന് പറഞ്ഞാൽ കൊടുക്കലും വാങ്ങലും, അതാണ് ബൈ. അൻ ദിക്രില്ലാ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് തടസ്സമാകുന്നില്ല. വ ഇഖാമിസ് സ്വലാത്തി നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും. വ ഈതാഇസ് സകാത്തി സകാത്ത് നൽകുന്നതിൽ നിന്നും. യഖാഫൂന ആ ആളുകൾ ഭയപ്പെടുന്നു. യൗമൻ ഒരു ദിവസത്തെ. തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ ആ ദിവസത്തിന്റെ പ്രത്യേകത തതഖല്ലബു മനസ്സുകൾ താളം തെറ്റുന്നു. വൽ അബ്സാർ കണ്ണുകൾ ഇളകിമറിയുന്നു. അപ്പം മനസ്സുകൾ താളം തെറ്റുകയും കണ്ണുകൾ ഇളകിമറിയുകയും ചെയ്യുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെടുന്നു. റിവേഴ്സ് എടുത്ത് വരിക. ഫി ബുയൂത്തിൻ ചില വീടുകളിലാണ് ആ പ്രകാശം എന്നാണ് നമ്മൾ അർത്ഥം പറഞ്ഞത്. ചില വീടുകളിലാണ് എന്ത്? ആ പ്രകാശം എന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള ഒരാശയം. രണ്ടാമത് മുഫസ്സിറുകൾ പറയുന്നത് ഫി ബുയൂത്തിൻ ചില വീടുകളിലാണ് എന്തുള്ളത്? റിജാലുൻ ആളുകൾ, ചില ആളുകളുള്ളത്. അവരെ കച്ചവടമോ, രണ്ടാമത്തെ ആയത്ത് പറയുന്ന റിജാലില്ലേ, അവിടേക്കാണ് അതിന്റെ ബന്ധം എന്ന് പറയുന്ന മുഫസ്സിറുണ്ട്. അപ്പൊ രണ്ടാശയമാണ് ഫി ബുയൂത്തിൻ എന്ന് പറഞ്ഞിടത്ത് ഉള്ളത്. ഇനി ബുയൂത്തിൻ എന്ന് പറഞ്ഞാൽ, ഫി ബുയൂത്തിൻ എന്ന് പറയുമ്പോൾ അതിനൊരു ബന്ധം വേണമല്ലോ അല്ലേ? ജാറ് മജ്റൂർ എന്ന് പറയുമ്പോൾ അതിനൊരു അലാക്കത്തൊരു ബന്ധം ഉണ്ടാവും. ഒറ്റക്ക് കൂല. അപ്പൊ എന്താ ചില വീടുകളിൽ നിന്നൊരു ചോദ്യം വരുന്നില്ലേ, എവിടേക്കാണ് അതിന്റെ ബന്ധം? ആ ബന്ധമനുസരിച്ചാണ് അവിടെ രണ്ടാശയം വരുന്നത്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രകാശം ചില വീടുകളിലാണ് ഉള്ളത്. രണ്ടാമത്തത്, അള്ളാഹുവിന്റെ ആ വീടുകളിൽ വെച്ച് ആ വീടുകളിൽ ചില ആളുകളുണ്ട്, അവരുടെ സ്വഭാവമാണ് രണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു തആല വിവരിക്കണം. അപ്പൊ രണ്ടാശയം അവിടെ ഉണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം. ഇനി ഫി ബുയൂത്തിൻ വീടുകൾ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കണത്? അതിനല്ലാഹ്
അള്ളാഹു ഉത്തരവ് നൽകിയിട്ടുണ്ട്. അൻ തുർഫ, എന്താണ് തുർഫ എന്ന് പറഞ്ഞാല് അത് നിർമ്മിക്കാന. അപ്പൊ ആ പള്ളികൾ പടുത്തുയർത്താൻ അള്ളാഹു പ്രത്യേകം ഓർഡർ ഉത്തരവ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പള്ളികൾ ഉയർത്തുക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമാണ്. പടുത്തുയർത്തുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് അതിൽ തന്നെ ധ്വനിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീട് എന്ന് പറയുന്നത് എന്താ? ആ പള്ളികളാണ്. പിന്നെ ആ പള്ളികളിൽ വേണ്ടത് എന്താ? വയുദ്കറ ഫീ ഹസ്മു, അള്ളാഹുവിൻ്റെ അവൻ്റെ നാമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമം സ്മരിക്കപ്പെടണം. എന്തിനാ പള്ളികൾ ഉണ്ടാക്കണത്? അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യാൻ. അപ്പം അതും അവിടെ വേണം. പിന്നെ യുസബ്ബിഹു ലഹു, അവിടെ നിന്ന് ശ്രദ്ധിക്കണം. യുസബ്ബിഹു ലഹു, അള്ളാഹുവിന് വേണ്ടി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? യുസബ്ബിഹു എന്ന് പറഞ്ഞാൽ ആരാ തസ്ബീഹ് ചെയ്യുന്നത്? അടുത്ത ആയത്തിലുള്ള റിജാലാണ് ആ ബന്ധം. യുസബ്ബിഹു ലഹു, അവന് വേണ്ടി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബിൽ ഖുദുവ്വി വൽ ആസാൽ, ഖുദുവ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്താ? ഖുദുവത്ത് എന്നതിന്റെ ബഹുവചനമാണ് ഖുദുവത്ത്. എന്താ? രാവിലെ അല്ലേ? സ്വബാഹ് എന്നാണ്. എങ്ങനെ സ്വബാഹ് എന്നുള്ള പദം വന്നത്? സുബ്ഹ് എന്താ? സുബ്ഹ് എന്താ? പ്രഭാതം. ഓക്കെ, റെഡിയാ. ആ സുബ്ഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സൂര്യപ്രകാശം പൊട്ടിപ്പുറപ്പെടുന്ന ആ സമയത്തിനാണ്. അറബി ഭാഷയിൽ ഓരോ സമയത്തിനും ഓരോ പേരുകളുണ്ട്. ഫജ്ർ കേട്ടില്ലേ നിങ്ങൾ? സുബ്ഹ് കേട്ടില്ലേ? അത് കഴിഞ്ഞാൽ ലഹീറത്ത്, ഇങ്ങനെ ഒരുപാട് പദപ്രയോഗമുണ്ട് ഓരോ സമയത്തിനും. ദുഹ, ലഹീറത്ത്, ഇങ്ങനെ പോകും. അപ്പോൾ നമ്മൾ മലയാള ഭാഷയിലാക്കുമ്പോൾ ഒക്കെ സുബ്ഹ്, പ്രഭാതം എന്നാ പറയാറുള്ളത്. പക്ഷേ ഇവിടെ ഖുദുവ് എന്ന് പറഞ്ഞാൽ അതിരാവിലെ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പോണ ആ സമയമാണ് ഖുദുവ് എന്ന് പറയുന്നത്, ഖുദുവത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ബഹുവചനമാണ്, ഖുദുവത്തിൻ്റെ ബഹുവചനമാണിത് ഖുദുവ്. അപ്പോൾ രാവിലെകളിലും ഒരു ദിവസമാണോ? അല്ല, എല്ലാ ദിവസവും. അതുകൊണ്ടാണ് ഖുദുവ് എന്ന് ഉപയോഗിച്ചത്. പിന്നെ പറയുന്നത് വൽ ആസ്വാൽ, എന്താ? അത് എന്തിൻ്റെ ബഹുവചനാണ്? ആസ്വാൽ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ബഹുവചനാണ്? ആസ്വാൽ ആർക്കും അറിയില്ല? ഇവന്റെ പേരെന്താ? അസ്വീൽ. അതിന്റെ ബഹുവചനാണിത് അസ്വീൽ. അസ്വീൽ എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരം എന്നാ. വൈകുന്നേരം അല്ലേ? അപ്പോൾ രാവിലെകളിലും വൈകുന്നേരങ്ങളിലും പിന്നെ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരാ തസ്ബീഹ് ചെയ്യണത്? റിജാലുൻ, ഒരു വിഭാഗം ആളുകൾ. ഇന്ന ആളുകൾ എന്ന് പറഞ്ഞോ? ഇല്ല, ഒരു വിഭാഗം ആളുകൾ അവനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ പറ്റിയാ ഇപ്പൊ ഈ പറയുന്നത്? ഓക്കെ. ആ കുറച്ച് നമ്മൾ ഇതിൻ്റെ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി നോക്കിയോളൂ കേട്ടോ. അൽ ബൈത്ത് പറഞ്ഞ എന്താ? നിങ്ങളെന്ന് ഇംഗ്ലീഷ് പറഞ്ഞാളി. ദ ഹൗസ് അല്ലേ? ബൈത്ത് എന്ന് പറഞ്ഞാലോ ഏതോ ഒരു വീട്. റജുലു എന്ന് പറഞ്ഞാൽ എന്താ? ഏതോ ഒരു മനുഷ്യൻ. അർ റജുലു എന്ന് പറഞ്ഞാലോ നമ്മൾ ഉദ്ദേശിക്കണ ആ മനുഷ്യൻ അല്ലേ? അപ്പോൾ ബുയൂത്തുൻ ബൈത്തിന്റെ ബഹുവചനമാണ്. ബൈത്തിന്റെ ബഹുവചനമാണ് ബുയൂത്ത്. അപ്പം ഏതാനും വീടുകൾ, കുറേ വീടുകൾ, ഇന്നത് എന്നില്ല, കുറേ വീടുകൾ എന്ന നെക്കിറയായി ഉപയോഗിക്കുക എന്നതിന് പറയാം. നെക്കിറയായി ഉപയോഗിക്കുക. അപ്പം ഇന്നത് എന്ന് തിട്ടപ്പെടുത്താതെ പറയുന്ന പദത്തിനാണ് എന്ത് പറയാ? അതുകൊണ്ട് അതിനാണ് അർത്ഥം വെക്കുമ്പോൾ എന്ത് പറയേണ്ടത്? ചില വീടുകൾ, അല്ലെങ്കിൽ ഏതാനും വീടുകൾ, കുറച്ച് വീടുകൾ എന്നൊക്കെ അർത്ഥം പറയാനുള്ള അത് നെക്കിറയായി വന്നത് കൊണ്ടാണ്. ഫി ബുയൂത്തിൻ, അറബിയിൽ അതിന് പറയാം ഫി ബുയൂത്തിൻ. അതിനല്ല അവിടെ ആ ചില വീടുകളിലുണ്ട് കുറച്ചാളുകൾ എന്ന അർത്ഥവും, അല്ലെങ്കിൽ ചില വീടുകളിലാണ്
ആ പ്രകാശമുള്ളത് ഏത് പ്രകാശത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആ പറഞ്ഞത്? ഇനി ആ പ്രകാശം നമ്മൾ മനസ്സിലാക്കണം. ഏതാണ്? അള്ളാഹു മസലു നൂരിഹി കമിഷ്കാത്തിൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ? മസലു നൂരിഹി കമിഷ്കാത്തിൻ, പിന്നെ ഫീഹ മിസ്ബാഹുൻ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിൻ്റെ ആ പ്രകാശം എന്തിനെ പറ്റിയാണ്? അള്ളാഹുവിൻ്റെ പ്രകാശം എന്ന് നമ്മൾ എന്തൊക്കെ അർത്ഥമുണ്ട് എന്നാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്? എന്തൊക്കെ അർത്ഥമുണ്ട്? ഒന്ന്, ലിയാ എന്നുള്ള അർത്ഥത്തിന് ഉപയോഗിക്കും. രണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകുന്ന ഹിദായത്തിന് എന്ത് പറയും? നൂറ് എന്ന് പറയും. അല്ലേ? എന്താ തെളിവ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അല്ലേ? ആ ഫിർഔനോട് മൂസാ നബി അലൈഹിസ്സലാം എൻ്റെ റബ്ബാരാ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന വാക്കാണിത്: ഞങ്ങളുടെ നാഥൻ, ഞങ്ങളുടെ രക്ഷിതാവ് എല്ലാ ചരാചരങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും പിന്നെ അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും എന്നിട്ട് അതിന് മാർഗദർശനം നൽകുകയും ചെയ്ത റബ്ബാണ് ഞങ്ങളുടെ രക്ഷിതാവ്. അല്ലേ? ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ജാതി സൃഷ്ടിജാലങ്ങളുണ്ട്, മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അല്ലേ? പോത്തും മൂരിയും കാളകളും ജന്തുക്കളും ഇഴജന്തുക്കളും കാലിച്ചൂക്കുങ്ങൾ. ഒരു പശു അങ്ങോട്ട് പിന്നെ പ്രസവിച്ച ആ കുട്ടീനാണ്ട് പിന്നെ ഒരു തടാകത്തിൽ കണ്ടിട്ടാ എന്താ ചെയ്യാ? എന്തു ചെയ്യും? എന്താ ചെയ്യാ? നീന്തി അക്കരെ പറ്റും. അല്ലേ? എന്നാ അതേ നമ്മുടെ കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇട്ടാലോ? പാലത്തിന്റെ മുകളിൽ താഴോട്ട് ഇട്ടാൽ കബറിലേക്ക് കൊണ്ടുപോണ്ടി വരും. അല്ലേ? ആലോചിച്ച് നോക്കുങ്ങള്. അപ്പം ആ പശുക്കിടാവിന് അത് നീന്തിക്കരപ്പറ്റാനുള്ള ആ ഒരു ഹിദായത്ത്, ആ ഒരു കഴിവ് ആരാ നൽകിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ചില പക്ഷികളുണ്ട്, പ്രസവിച്ചു കഴിഞ്ഞാൽ 4 കൊത്തും 4 ഇതൊക്കെ ആക്കിയിട്ട് ദൂരെ കൊണ്ടുപോയിട്ട് താഴേക്കാട്ടിടും. അങ്ങനെ ഒരു പക്ഷിക്കൂട്ടുണ്ട്. ഏതാണ്? ഏത് പക്ഷിയാണ്? ആ പക്ഷിൻ്റെ പേരുകളൊക്കെ ഞാൻ മറന്നുപോയി. അല്ലേ? ദൂരായിട്ട് കൊണ്ടുപോകും, എന്നിട്ട് താഴോട്ടാട്ടിടും. അപ്പം എന്തു ചെയ്യും? അങ്ങനെ കുറേ വികും, പിന്നെയും എണീക്കും, പിന്നെയും പറക്കും, പിന്നെയും വീഴും, പിന്നെയും പറക്കും. അപ്പം ആരാണ് ഈ തള്ളപ്പക്ഷിക്ക് അതിനെ അത്ര ഉയരത്തിൽ കൊണ്ടുപോയിട്ട് താഴേക്കിടാൻ തോന്നിപ്പിക്കുന്നത്? ആരാ? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. ആ ഹിദായത്താണ് പ്രകാശം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ പറഞ്ഞ ആ ആയത്തിലൂടെ മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് എന്നൊക്കെ പറഞ്ഞില്ലേ? ആ ആയത്തിലൂടെ അള്ളാഹു തആല സൂചിപ്പിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഒരു ഫിത്രത്ത്, ഒരു ശുദ്ധ പ്രകൃതിയിലാണ് അള്ളാഹു പിന്നെ സൃഷ്ടിച്ചിട്ടില്ലേ? അല്ലേ? ഫിത്രത്തല്ലത്തി ഫത്രന്നാസ് അലൈഹ എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ശുദ്ധ പ്രകൃതിയിലാണോ സൃഷ്ടിച്ചത്, ആ ശുദ്ധ പ്രകൃതി അതാണ് ഒരു വിശ്വാസിക്കുള്ളത്. ആ ശുദ്ധ പ്രകൃതിയിൽ സത്യവിശ്വാസമാകുന്ന ആ ഈമാനും കൂടി കിട്ടുമ്പോൾ എന്തുണ്ടാവും? ശുദ്ധ പ്രകൃതി തന്നെ എന്താ തേടേണ്ടത്? തൗഹീദാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നാണ് ഏതു മനുഷ്യന്റെ മനസ്സും പറയാം. ആ ശുദ്ധ പ്രകൃതി അതാണ്. പിന്നെ അതിലേക്കൊരിത്തിരി അറിവും വിശ്വാസവും കൂടിയും കിട്ടുമ്പോഴോ പിന്നെ മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് കൂടുതൽ തിളങ്ങും. അതാണ് നൂറുൻ അലാ നൂർ എന്ന് അല്ലാഹു തആല അവിടെ പറഞ്ഞതിലുള്ള ഉദ്ദേശം. പിന്നെ അപ്പൊ അറിവും സത്യവിശ്വാസവും അള്ളാഹുവിനെ പറ്റിയുള്ള അതും മനസ്സിലിങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ സുജാജത്തിന്റെ അകത്ത്, നേരത്തെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഒരു വിളക്ക് മാടത്തിന്റെ ഉള്ളിൽ വിളക്ക്, ആ വിളക്ക് എന്തിലാണ്? ഒരു സുജാജത്ത്, ഒരു സ്ഫടിക കൂട്ടിലാണ്. അങ്ങനെ കത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്വങ്ങളൊന്ന് ഭാവന കണ്ടു നോക്കൂ. ഇതേപോലെയാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. അല്ലേ? അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ തന്നെ അവൻ എന്ത് നൽകിയിട്ടുണ്ട്? ഒരു ശുദ്ധ പ്രകൃതി നൽകിയിട്ടുണ്ട്. പിന്നെ സത്യം കണ്ടെത്താനുള്ള ഒരു അക്കലും ഒരു മസ്തിഷ്കവും അള്ളാഹു അവന് നൽകിയിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് അവന് ലഭിക്കുന്ന അറിവും അതും കൂടി ലഭിക്കുമ്പോൾ എന്താവും? ആ അറിവോട് കൂടി വിശ്വാസവും ഈമാനും കൂടി ലഭിക്കുമ്പോൾ എന്താവും?
ആ പ്രകാശത്തിന്മേൽ പ്രകാശമായി തീരും എന്നതാണ് ആ പിന്നെ ഉപമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ചുകൂടുണ്ട്. ഏതൊക്കെ ഒരുമിച്ചുകൂടുണ്ട്? ഒന്ന്, ശുദ്ധപ്രകൃതി എന്ന പ്രകാശം, നൂറുൽ ഫിത്ര എന്ന് പറയും. രണ്ടാമത്തത് നൂറുൽ ഈമാൻ എന്ന് പറയും. മൂന്നാമത്തത് നൂറുൽ ഇൽം, വിജ്ഞാനം കൊണ്ടൊരു പ്രകാശം കിട്ടാനുണ്ട്. നൂറുൽ മഅരിഫ, നൂറുൽ അഖൽ, അള്ളാഹു നൽകിയിട്ടുള്ള ആ ബുദ്ധിയുടെ അഖൽ. ഇതൊക്കെ പാടെ ഒരുമിച്ച് കൂടുമ്പോൾ ലഭിക്കുന്ന ആ പ്രകാശത്തിനാണ് നൂറുന്നല നൂർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫി സുജാജ. പിന്നെന്താണ്? അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ. അവരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തത് അല്ലേ? ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് യൂഖദു മിൻ ഷജറത്തിൻ സൈതൂനത്തിൻ എന്നാണ്. ആ പിന്നെ വിളക്കിന് ഇന്ധനമായി ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഏതാ? ഒരു മരം. ആ മരത്തിന്റെ പ്രത്യേകത ജൈത്തൂന്റെ മരമാണ്. പിന്നെ അള്ളാഹ് പറയുന്നത് എന്താ? ജൈത്തൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ. അതാണ് നമുക്ക് എടുക്കാനുള്ള ഭാഗം. അവിടെ ലാ ശർഖിയ്യത്തിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഷർഖിയത്ത് പറഞ്ഞാൽ എന്താ? ഷർക്ക് പറഞ്ഞാൽ എന്താ? ഷർക്ക് ഷർക്ക് കിഴക്ക് അല്ലേ? ആയിക്കൂടെ ഒരു ഇങ്ങനെ കൂട്ടിയാലോ? ഷർഖി എന്ന് പറഞ്ഞാൽ എന്താ? കിഴക്കുള്ളവൻ അല്ലേ? നിങ്ങളെ സ്ഥലം ഏതാണ്? തിരൂരോ? ഒരു സ്ഥലം പറയും. മലബാരി അല്ലേ? മലബാർ ഒരു സ്ഥലം. അതിലൂടെ പിന്നെ നിസ്ബന്റെ യാവും കൂടി കൂട്ടുമ്പോൾ മലപ്പുറക്കാരൻ, മലബാരി അല്ലേ? അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവൻ എന്ന് കിട്ടും. അപ്പൊ ഷർക്ക്, അതിലേക്ക് നിസ്ബന്റെ യാവ് കൂട്ടുകയാണത് ഷർഖി. അതിന്റെ മുഅന്നസ് രൂപമാണേത്? ഷർഖിയത്ത്. അപ്പൊ കിഴക്കുള്ളവൻ എന്നാണ് അർത്ഥം. അപ്പൊ ഈ മരം കിഴക്കുള്ളവനുമല്ല, വലാ ഗർബിയ, ഗർബിലുള്ളവനുമല്ല. എന്താ കൊണ്ട് ഉദ്ദേശിക്കണത്? ഷർക്ക് ഉള്ളതുമല്ല ഈ മരം, ഗർബിലുള്ളതുമല്ല ഈ മരം. അത്തരം ഒരു മരത്തിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? അതിന്റെ എണ്ണ ലഭിക്കണത് എന്നാണ്. എന്താ ഷർക്കിലുള്ളതുമല്ല ഗർബിലുള്ളതല്ല? മുഫസ്സിറുകൾ അതിനെ വിവരിക്കണത് കാണാം. ഒരർത്ഥം ഷർക്കും ഗർബും അല്ലെങ്കിൽ പിന്നെ എന്താവും? അതിന്റെ നടുവിലുള്ളതാവും അല്ലേ? നമ്മളെ ബുദ്ധിപ്പാതാ പറയാ, അതിന്റെ നടുവിലുള്ളതാവും. ഇങ്ങനെ പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. ആ നടുവിലുള്ള സ്ഥലം എന്ന് പറയുന്നത് ഷാം പോലുള്ള പ്രദേശമാണ് എന്ന് പറഞ്ഞ മുഫസ്സിറുണ്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഷർക്കിന്റെ മണ്ണും ആവില്ല, പിന്നെ ഗർബിന്റെ മണ്ണും ആവില്ല. അപ്പോൾ മിഡിലുള്ള ആ മണ്ണ് അത് ഏറ്റവും ശുദ്ധമായ മണ്ണാണ്, അവിടെ വളർന്നത് എന്ന അർത്ഥം ഉപയോഗിക്കണ മുഫസ്സിറുണ്ട്. രണ്ടാമത്തത് ഷർക്കിയത്തിലുള്ളതാവുമ്പോഴും ഗർബിയത്തിലുള്ളതാവുമ്പോഴും ആ മരത്തിന് സൂര്യന്റെ പ്രകാശം ഷർക്കിലാവുമ്പം ഒരിത്തിരി സമയം കിട്ടുള്ളൂ. ഗർബിലാവുമ്പോഴോ അപ്പോഴും പൂർണ്ണമായിട്ട് കിട്ടുമോ? ഇല്ല, പൂർണ്ണമായിട്ട് കിട്ടൂല. അപ്പൊ ഷർക്കിയത്തിലും ഗർബിയത്തിലുമല്ല എന്ന് പറയുമ്പോൾ നിരന്തരം സൂര്യപ്രകാശം ലഭിച്ചു കൊണ്ടിരിക്കുന്ന ആ മരം എന്ന അർത്ഥം പറഞ്ഞവരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു, ഉപമ പറയുമ്പോൾ അതിൻ്റെ ആശയം എന്താണ്? വളരെ പ്രവിശാലമാണ് അല്ലേ? കണ്ണെത്താ ദൂരത്താണ്, മനുഷ്യന്റെ ബുദ്ധിക്കപ്പുറത്താണ് എന്തുണ്ടാവുക? ഭാവനകൾ കടന്നു. അതിനാണ് ഉപമ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ അർത്ഥം വരുന്നത് ഉപമയായിട്ടാണ്. ഉപമക്കൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? എന്താ ഈ ഉപമ നമ്മൾ നേരത്തെ പറഞ്ഞതിന് അറിയാത്തവർ ആരെയുണ്ടോ? എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പൊ ഒരർത്ഥം എന്താണ്? സൂര്യന്റെ പ്രകാശം ലഭിക്കൂല. കിഴക്കിലും പൂർണ്ണമായിട്ട് കിട്ടൂല, പടിഞ്ഞാറും കിട്ടൂല. അപ്പൊ എന്തുണ്ടാവും? ഇനി സൂര്യന്റെ പ്രകാശം പൂർണ്ണമായിട്ട് കിട്ടിയാൽ എന്തുണ്ടാവും? മിഡിലാവുമ്പോൾ പൂർണ്ണമായിട്ട് കിട്ടും. അപ്പൊ എന്തുണ്ടാവും? ആ മരം നന്നായി വളരും. നല്ല മധുരമുള്ള മാങ്ങ എവിടെ ഉണ്ടാവുക? കാനലിൽ കുഴിച്ചിട്ട മരമല്ല, അതിലല്ല മധുരമുള്ള മാങ്ങ ഉണ്ടാവുക അല്ലേ? നല്ല സൂര്യപ്രകാശം തട്ടുന്ന മാനം മുട്ടി നിൽക്കുന്ന മരത്തിലാണ് നല്ല സ്വാദുള്ള മാങ്ങ ഉണ്ടാവുക. അത് ശ്രദ്ധിച്ചു നോക്കിയ നിങ്ങൾ അല്ലേ?
അതിനുണ്ടാവും. എന്തുകൊണ്ടാണ്? സൂര്യപ്രകാശം സദാസമയം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് നമ്മളെ വീടിൻ്റെ തെങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ താലോലിച്ച് പിന്നെ പടക്കോയി അല്ല എന്താണ് കോഴിക്കളെ വളർത്തുന്ന പോലെ വളർത്തിയാൽ അതിമേലൊരു കായ് ഉണ്ടാവില്ല, ഒരു കായിട്ടുണ്ടായാൽ കൊഴിഞ്ഞു പോകും ചെയ്യും അല്ലേ? അപ്പം സൂര്യപ്രകാശം ഇങ്ങനെ ലഭിക്കണ ആ ഫലത്തിന് എന്തുണ്ടാവും? കൂടുതൽ ശക്തി ഉണ്ടാവും. അങ്ങനെയുള്ള ആ മരത്തിലെ എണ്ണ എന്നതാണ് ഷർക്കിയത്തിൻ വല ഗർബിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഷർക്കും ഗർബുമല്ല എന്ന് പറഞ്ഞാൽ ഈ അത് പിന്നെ ആ പ്രകാശം എന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥമാണ്. അത് ഷർക്കുമല്ല ഗർബുമല്ല എന്ന് പറയുന്നത് പിന്നെ കിഴക്കിൻ്റെ ചിന്തയുമല്ല, പടിഞ്ഞാറിൻ്റെ ചിന്തയുമല്ല. പിന്നെ അത് ആകാശ ലോകത്തുള്ള റബ്ബുൽ ആലമീനായ റബ്ബിൻ്റെ വേദഗ്രന്ഥമാണ് എന്ന് പറയാനാണ് ലാ ഷർക്കിയത്തിൻ വലാ ഗർബിയ എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാം. പിന്നെ അത് ഷർക്കും ഗർബും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഉണ്ടാവുമോ? ഏതെങ്കിലും ഒന്ന് കിഴക്കോ പടിഞ്ഞാറോ അല്ലാത്ത ഏതെങ്കിലും ഒന്നും ഉണ്ടാവുമോ? ഇപ്പം ഇവിടെ ഇതിൻ്റെ കിഴക്ക് ഇത്, പടിഞ്ഞാറ് ഇത് പറഞ്ഞാൽ അതിന് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം എല്ലാം ഉൾക്കൊട്ടതാണ്. അതിൻ്റെ അർത്ഥം അത് ഭൂമിയിൽ നിന്നല്ല, മറിച്ച് ആ സ്വർഗലോകത്തു നിന്നുള്ള അതാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് ആകാശ ലോകത്തു നിന്നുള്ളതാണ് എന്നാണ് ലാ ഷർക്കിയത്തിൻ വലാ ഗർബിയ. അപ്പം ആ സൈത്തൂൻ മരം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നിന്നുള്ളതാണ് എന്ന് പറയുന്ന മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. പിന്നെ ഷർക്കിയത്തിൻ വലാ ഗർബിയത്തിൻ എന്ന് പറയുന്നത് സത്യവിശ്വാസിയുടെ മനസ്സാണ്. സത്യവിശ്വാസിയുടെ മനസ്സ് എന്താകും? അത് ഷർക്കിയത്ത് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളായ ആളുകൾ ഷർക്കിലേക്ക് തിരിഞ്ഞിട്ടാണ് ഓലെന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. ഷർക്കിലേക്ക് തിരിഞ്ഞിട്ടാണ് അവർ പ്രാർത്ഥിക്കുക. എന്നാൽ ജൂതന്മാരായ ആളുകൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് പിന്നെ അവർ പ്രാർത്ഥിക്കുക. അപ്പം ഇത് രണ്ടുമല്ല എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ ഇതുമല്ല, പിന്നെ ജൂതന്മാരുടെയും ഇതല്ല. അത് രണ്ടുമല്ലാത്ത അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആനാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ മുഫസ്സിറുകളെയും കാണാൻ സാധിക്കും. മറ്റൊരർത്ഥം ആ ലാ ഷർക്കിയത്തിൻ വലാ ഗർബിയ എന്ന് പറഞ്ഞാൽ പിന്നെ സത്യവിശ്വാസത്തിൻ്റെ പ്രകാശമാണ്. ആ സത്യവിശ്വാസത്തിൻ്റെ പ്രകാശം അത് അതിൽ കവിഞ്ഞ് തീവ്രവാദം പ്രവർത്തിക്കുകയില്ല, ഇങ്ങോട്ട് പോയി അതിൽ പിന്നെ ന്യൂനത വരുത്തുകയില്ല. ഒരു വിശ്വാസിയുടെ വിശ്വാസം എങ്ങനെ ആയിരിക്കണം? അതിൽ കവിയാനും പാടില്ല, ഉള്ളതിൽ വിശ്വസിക്കാതെ ന്യൂനത വരുത്താനും പാടില്ല. അങ്ങനെ ഒരു മധ്യമ നിലവാരം പുലർത്തുന്നവനാണ് ആര്? സത്യവിശ്വാസിയുടെ വിശ്വാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഷർക്കിയത്തിൻ വലാ ഗർബിയ. അപ്പം നോക്കി നിങ്ങൾ, മുഫസ്സിറുകളായ ആളുകളുടെ ഭാവന പോകുന്ന ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇത് ഒരു ഉപമ എന്ന് പറയുമ്പോൾ. ഇനി നിങ്ങളുടെ ബുദ്ധിയിൽ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഇന്ന് കിട്ടും അല്ലേ? അപ്പം മുഫസ്സിറുകൾ പോയ ഓരോരോ റൂട്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളതിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗമാണ് ഇത്. നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണോ ഖുർആനാണെങ്കിൽ ആ രൂപത്തിലായിരിക്കും അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണം നമ്മുടെ മനസ്സിലുള്ള സത്യവിശ്വാസമാണെങ്കിൽ ആ രൂപത്തിലായിരിക്കും അർത്ഥം. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശിക്കുന്നത് ആ നൂറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു തആല നമുക്ക് നൽകിയ ബുദ്ധിയായെങ്കിൽ ആ രൂപത്തിലായിരിക്കും അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ ഉപമ പറയുന്നതിലുള്ള സൂത്രം അതാണ്. അപ്പം ഞാൻ ലാ ഷർക്കിയത്തിൻ എന്താണ് ആയത്തൊന്ന് ഓതിയാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബൻ ദുരിയുൻ യൂഖദു മിൻ ഷജറത്തിൻ സൈതൂനത്തിൻ ലാ ഷർക്കിയത്തിൻ വലാ ഗർബിയ. ഇനി പറയാം യകാദു സൈതുഹാ യുളീഹു വലൗലം തംസസ്ഹു നാർ. ആ മരത്തിൻ്റെ ഇപ്പം പറഞ്ഞ നമ്മളാ സൈത്തൂൻ മരല്ലേ, അതെന്താവട്ടെ, നിങ്ങൾ എന്താണോ ഭാവനയെ കൊണ്ടുവരുന്നത് അതെന്താവട്ടെ, ആ പ്രകാശം അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ആ എണ്ണ വലൗലം തംസസ്ഹു നാർ, തീ അതിന് കിട്ടിയിട്ടില്ലെങ്കിലും തീ സ്പർശിച്ചിട്ടില്ലെങ്കിലും അതിന് പ്രകാശം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അർത്ഥം എന്തൊക്കെ ആവും? ഒരു എണ്ണയുടെ ആ തെളിമ ഏതുപോലെയാണ്? തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന തെളിമ പോലെയാണ് എന്ന് ഒരാശയമുണ്ട്. അതിന് തീ കിട്ടിയിട്ടില്ലെങ്കിലും ആ എണ്ണക്കൊരു തിളക്കുണ്ടാവൂലേ?
ആ തിളക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് പ്രകാശം ലഭിക്കും. രണ്ടാമത്തെ അർത്ഥം, ഒരു വിശ്വാസിയായ മനുഷ്യൻ സത്യം ഹക്ക് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രകാശം തന്നെ അവനെ സത്യത്തിലേക്ക് ഇങ്ങനെ തള്ളിവിടും. പിന്നെ മൂന്നാമത്തെ ഒരർത്ഥം, ഒരു ഇൽമുള്ള പണ്ഡിതനായ ആള് അയാളുടെ നാവിൻ തുമ്പത്ത് നിന്ന് എന്ത് വരും? പിന്നെ ആ സത്യത്തിലേക്കുള്ള വാക്കുകളായിരിക്കും അവൻ്റെ നാവിൻ തുമ്പത്ത് നിന്ന് വരിക. അങ്ങനെ ആ പ്രകാശത്തിന്മേൽ പ്രകാശം എന്ന് പറഞ്ഞതുകൊണ്ട് ഇതൊക്കെ അർത്ഥം പറഞ്ഞ് കാണാം. പിന്നെ പ്രവാചകത്വത്തിൻ്റെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ പ്രകാശം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കണമെങ്കിൽ ആ പ്രവാചകത്വത്തിൻ്റെ അടയാളമാണ് യക്കാദു സൈത്തുഹാ യുദിയു എന്ന് പറഞ്ഞത് കൊണ്ടുള്ള ഉദ്ദേശം. ഇനി പറയാം നൂറുൻ അലാ നൂർ. എന്താ പ്രകാശത്തിന്മേൽ പ്രകാശം എന്നറിയണത്? പ്രകാശത്തിന്മേൽ പ്രകാശം എന്നറിയണത് കുറേ പ്രകാശം എന്നാണോ? അല്ല, പ്രകാശം ഒന്ന് തന്നെയാണ്. പക്ഷേ അതിൻ്റെ കസാഫത്താണ് പറയുന്നത്, അതിൻ്റെ കട്ടി, അതിൻ്റെ ആ തിക്നെസ് അല്ലേ? നല്ല ശക്തിയുള്ള പ്രകാശം വരുമ്പോൾ എന്തുണ്ടാവും? ഏത് സൂക്ഷ്മമായ ചെറിയ കാര്യങ്ങൾ പോലും എന്തു ചെയ്യും? കാണാൻ പറ്റും അല്ലേ? അപ്പം നല്ല ശക്തിയുള്ള വിശ്വാസം ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും? ഏത് ശിർക്കിൻ്റെ ചെറിയ ചെറിയ നാരുകൾ പോലും കാണാൻ പറ്റും. ബിദ്അത്തിന്റെ ചെറിയ ചെറിയ ശാഖകൾ പോലും മനസ്സിലാക്കാൻ പറ്റും. എന്തു വേണം? ആ വിശ്വാസത്തിന്റെ പ്രകാശം വേണം. നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാ അല്ലേ? ഒരു ശക്തിയായ പ്രകാശമുണ്ടാകുമ്പോൾ നമുക്ക് എത്രമാത്രം സൂക്ഷ്മമായി ആ പിന്നെ നജസ്സുകൾ അഥവാ വൈകല്യങ്ങൾ കാണാൻ പറ്റുമോ അതേപോലെ വിശ്വാസത്തിൽ വരുന്ന വൈകല്യങ്ങളും തകരാറുകളും കണ്ടെത്താൻ പറ്റും. ഇതാണ് പ്രവാചകത്വത്തിന്റെ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നൂറു ജുജാജ എന്ന് പറയുന്നത് ആ ഇതിലുള്ള പ്രകാശം എന്ന് പറയുന്നത് പിന്നെ അള്ളാഹുവിനെ ഭയപ്പെടേണ്ട രംഗം ഉണ്ടാവും. ആ ഭയപ്പെടേണ്ട ആ രംഗം, ആ മേഖല ആര് കാണിച്ചു തരും? ഈ സത്യവിശ്വാസത്തിന്റെ പ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കണം, ഇന്നത് നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളത് സത്യവിശ്വാസത്തിന്റെ ആ പ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകാശം ലഭിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവനതൊരു ഹജ്ജത്താണ് അല്ലേ? ആ വിശ്വാസിയിൽ നിന്ന് നമ്മൾക്കിപ്പോൾ ഒരു ചൂട്ടുണ്ടെങ്കിൽ ആ ചൂട്ടിന്ന് ആർക്ക് കത്തിപ്പിടിപ്പിക്കാം? ചൂട്ട് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾക്ക് ടോർച്ചെന്ന് അറിയണ്ടാവില്ല, നിങ്ങളെ കാലം അതല്ല അല്ലേ? ചൂട്ട് പറഞ്ഞിട്ട് സാധനം ഉണ്ട്. എന്താ ചൂട്ട് അറിയണത്? തെങ്ങിൻ്റെ ഓല ചുട്ടിയിട്ട് പിന്നെ പണ്ടൊക്കെ ഞാനൊക്കെ പള്ളിയിൽ പോയിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. ആ ചൂട്ടുന്ന ചെയ്യും, ഇയാളും കത്തിപ്പിടിപ്പിക്കും, അയാളിൽ നിന്ന് മറ്റേ ആളും കത്തിപ്പിടിപ്പിക്കും, അയാളിന് മറ്റേ ആളും കത്തിപ്പിടിപ്പിക്കും. ഇതേപോലെ ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മനസ്സിൽ ആ പ്രകാശം ഉണ്ടെങ്കിൽ അയാളുടെ വിജ്ഞാനത്തിലൂടെ ആ പ്രകാശം പറഞ്ഞു കൊടുക്കണതിലൂടെ ആ പ്രകാശം ആർക്ക് കിട്ടും? മറ്റൊരാൾ കിട്ടും. അയാളിന് മറ്റൊരാൾ കിട്ടും, അയാളിന് മറ്റൊരാൾ കിട്ടും. ഇങ്ങനെ ഈ ഭൂമുഖത്ത് മുഴുക്കെ ആ വിശ്വാസിയുടെ പ്രകാശം, ആ വിശ്വാസത്തിന്റെ പ്രകാശം പരക്കും എന്നതാണ് നൂറുൻ അലാ നൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഭൂമിയിൽ മുഴുക്കെ അള്ളാഹുവിൻ്റെ ഈ സത്യവിശ്വാസത്തിന്റെ പ്രകാശമുണ്ടാകും, അള്ളാഹുവിൻ്റെ ഈ വേദഗ്രന്ഥത്തിന്റെ പ്രകാശമുണ്ടാകും, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഈ പ്രകാശമുണ്ടാകും അല്ലേ എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നൂറുൻ അലാ നൂർ. പിന്നെ പറയാം എന്താ അടുത്ത ആയത്ത്? യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുദ്ദേശിച്ച ആളുകൾക്ക് അവന്റെ പ്രകാശം, ആ പ്രകാശത്തിലേക്ക് അവൻ വഴി കാണിച്ചു കൊടുക്കും എന്നുള്ളതാ. അതുകൊണ്ട് ഉദ്ദേശിക്കണം എന്താ? ഈ പ്രകാശം കിട്ടിയ ആളുകള് പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നേരായ പാന്താവിലൂടെ ചലിക്കും. ഒരർത്ഥം അത്. രണ്ടാമത്, ഈ പ്രകാശം കിട്ടിയ ആളുകള് അള്ളാഹുവിനെ താഅത്ത് ചെയ്ത് ജീവിക്കും. അങ്ങനെ താഅത്ത് ചെയ്ത് ജീവിക്കുമ്പോൾ ആ മരണത്തിന് ശേഷം അവൻ എന്ത് ലഭിക്കും? ആ പ്രകാശം അഥവാ ആ സ്വർഗം ലഭിക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെയും ദുനിയാവിലും പരലോകത്തിലും അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകും. അതാണ് യഹ്ദില്ലാഹു എന്താണ് യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പിന്നെ ആയത്ത് അവസാനിക്കണം എങ്ങനെ? വയളിരിബുല്ലാഹുൽ അംസാല ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു താല ഉപമ വിവരിച്ചു തരികയാണ്. എന്തിനാ ഉപമ വിവരിക്കണത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. എന്തിനാ ഉപമ വിവരിക്കണത്? അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തൊക്കെയാ? ഉപമ എന്തിനാ? എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഒരു ഉപമ പറയുമ്പോൾ ഉണ്ടാവുന്നത്? ഒന്ന്, സത്യം അസത്യത്തിൽ നിന്ന് സത്യം ഇങ്ങോട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. അസത്യത്തിൽ നിന്ന് സത്യത്തിനകട്ട് വലിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തത്, മനുഷ്യൻ്റെ മനസ്സുകളിൽ, ആ മനസ്സിൽ അവന് ചിലപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാര്യം, അത്ര മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യം അവൻ തൊട്ട് മനസ്സിലാക്കുന്നത് പോലെ, കണ്ട് മനസ്സിലാക്കുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഉപമയിലൂടെ. പിന്നെ മറ്റൊരു ഉദ്ദേശം എന്താണ്? സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥ വിജ്ഞാനത്തിലേക്കും സ്വർഗത്തിലേക്കുള്ള പാന്താവ് ആ ഉപമകൾ പിന്നെ എളുപ്പമാക്കി തരുന്ന. ഉപമയിലൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരുപാട് വിവരങ്ങൾ കിട്ടും. ആ വിവരങ്ങൾ കിട്ടുമ്പോൾ നമ്മുടെ വിശ്വാസം കൂടും. ആ വിശ്വാസം കൂടുമ്പോൾ നമ്മൾ അതനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി തരും. ഇതാണ് എന്ത്? ഉപമ വിവരിക്കുന്നതിലൂടെയുള്ള ഉദ്ദേശം. ഇനി നിങ്ങൾ ആ ആയത്തൊന്ന് ഓതി വയ്ക്കാൻ. അല്ലാഹു നൂറു സമാവാത്ത് അടുത്ത ആഴ്ച നമുക്ക് അടുത്ത ക്ലാസ്സിലാക്കാം. ഇനി ചിലപ്പോൾ നീണ്ടുപോകും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത